പത്തനംതിട്ട തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ ഇടഞ്ഞ വേണാട്ടുമിറ്റം ഉണ്ണിക്കുട്ടൻ എന്ന ആനയ്ക്ക് മതപ്പാടുണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. രാവിലെ മുതൽ തന്നെ ആന അസ്വാസ്ഥ്യം കാട്ടിയെങ്കിലും ക്ഷേത്രം അധികൃതർ തീരെ ഗവനിച്ചില്ല. ക്ഷേത്രം അധികൃതർ ആവശ്യമായ സുരക്ഷ ഒരുക്കിയില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ദേവസ്വം ബോർഡിന്റെ ആനകൾ ഉണ്ടായിട്ടും അതിനെയെല്ലാം മറികടന്നാണ് അങ്ങനെ ഒരു പ്രൈവറ്റ് ആനയെ നമ്മൾ കൊണ്ടുവരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ദേവസ്വം ബോർഡ് നേരിട്ട് നടത്തുന്ന ഉത്സവമാണ് ഇത്. അപ്പം ഇവിടെ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഷുറൻസ് ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ട്. ആ ഒരു സംവിധാനം പോലും ഇവിടെ ആരും പാലിച്ചിട്ടില്ല എന്നുള്ള അവസ്ഥയാണ് നിലനിൽക്കുന്നത്. എന്നാൽ ഈ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. മാനദണ്ഡങ്ങൾ പാലിക്കാതെ ആന എഴുന്നള്ളിച്ചതിന് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകർ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതിയും കൊടുത്തിട്ടുണ്ട്. വി ജയശങ്കർ ചേരുന്നു പത്തനംതിട്ടയിൽ ടെലഫോണിൽ. ജയശങ്കർ, എന്താണ് സംഭവിച്ചത്? ഈ തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ ആന ഇടിഞ്ഞതുമായി ബന്ധപ്പെട്ട ഗുരുതര ആരോപണങ്ങളാണ് ഈ ദേവസ്വത്തിനെതിരെ നാട്ടുകാർ ഉന്നയിക്കുന്നത്. ആ ഇടഞ്ഞ ആനയെ വെച്ചുകൊണ്ട് എന്താണ് ഇത്തരത്തിൽ എഴുന്നള്ളിപ്പ് നടത്തിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഉണ്ണിക്കുട്ടൻ എന്ന ആന ഈ മതപ്പാട് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഈ ഉത്സവത്തിന് എഴുന്നള്ളിപ്പിന് മുമ്പ് തന്നെ രാവിലെ തന്നെ ഈ ആനയ്ക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ആന നേരിട്ടിരുന്നു. ഈ മതപ്പാടുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പക്ഷെ അധികൃതർ ഇക്കാര്യങ്ങൾ ഗൗനിച്ചില്ല എന്നാണ് നാട്ടുകാരുടെ അനുഭവം. ഒപ്പം തന്നെ ആനയെ ക്ഷേത്രത്തിൽ നിന്നും മാറ്റാൻ തയ്യാറായില്ല. ഇതെല്ലാം തന്നെ വളരെ ഗൗരവകരമായ ആരോപണങ്ങളായിട്ടാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. ആവശ്യമായ സുരക്ഷ ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് ആനയെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒപ്പം തന്നെ ഈ ആനയുമായി ബന്ധപ്പെട്ട ഈ ചട്ടവിരുദ്ധമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കളക്ടർക്കും SP-ക്കും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട്. പ്രശ്നത്തിൽ കൃത്യമായൊരു ഇടപെടൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ആനയെ എഴുന്നള്ളിപ്പിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നാട്ടുകാരുടെ ആരോപണങ്ങൾ ദേവസ്വം ബോർഡ് നിലവിൽ തള്ളുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഇത്തരത്തിൽ ചട്ടലംഘനങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് ദേവസ്വം ബോർഡ് പ്രാഥമികമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത്. എന്തായാലും നാട്ടുകാരുടെ ആരോപണം വിശദമായി പരിശോധിക്കുമെന്നും ദേവസ്വം നിലവിൽ വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇത്തരത്തിൽ ഈ ക്ഷേത്രത്തിൽ ആന എഴുന്നള്ളിപ്പിനിടെ ആന ഇടയുന്ന ഒരു സംഭവം ഉണ്ടായത്. ഇതിൽ 6ഓളം പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ പരിക്ക് ഗുരുതരമായിരുന്നില്ല. കൃത്യമായൊരു ഇടപെടൽ ഉണ്ടായതോടുകൂടി തന്നെ വലിയൊരു അപകടം ഒഴിവാകുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് നാട്ടുകാർ ഗുരുതരമായ ഒരു ആരോപണം ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നത്. എന്തായാലും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ നാട്ടുകാരുടെ ആരോപണങ്ങൾ നിലവിൽ നിഷേധിക്കുന്നുണ്ടെങ്കിലും ദേവസ്വം ബോർഡ് കൃത്യമായി ഈ വിഷയങ്ങളിൽ ഒരു പരിശോധന നടത്തുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഈ കാര്യമായി പരിക്കേറ്റ ആൾക്കാരുണ്ടല്ലോ, അവരുടെ അവസ്ഥ എന്താണ് ഇപ്പോ? ഈ പരിക്കേറ്റ ആളുകളുടെ അവസ്ഥ നിലവിൽ തൃപ്തികരമാണ്. അവർക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളില്ല. 6ഓളം പേർക്കാണ് ഈ ആനയുടെ മുകളിൽ ഇരുന്ന കീശാന്തി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരിക്കേറ്റിരുന്നു. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല. ഇവർ തൃപ്തികരമാണ് ഇവരുടെ ആരോഗ്യനില. എന്തായാലും ദേവസ്വം ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ പരിശോധന നടത്തുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്നത്. പക്ഷേ പ്രാഥമികമായി ഈ ആരോപണങ്ങൾ ദേവസ്വം ബോർഡ് നിഷേധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വനം വകുപ്പും പോലീസും ഈ വിഷയവുമായി ബന്ധപ്പെട്ട കേസെടുക്കുന്ന കാര്യവും നിലവിൽ പരിശോധിക്കുകയാണ്. എന്തായാലും കൃത്യമായ ഒരു പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു തുടർ തീരുമാനങ്ങൾ ഉണ്ടാവുക. ഓക്കെ, താങ്ക് യു.